ഇതൊരു വീഡിയോ ഒരു അപ്രതീക്ഷിതമായ യാത്രയുടെ വീഡിയോയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇത് എടുത്തു വെച്ചിരുന്നതാണ്. പക്ഷെ പിന്നീട് വോയിസ് ഓവർ കയറ്റാനോ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. യാത്ര നാട്ടിലേക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇതിനേക്കാളും കൂടുതൽ വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കലങ്ങി മറിഞ്ഞ് റോഡിലേക്ക് വരുന്ന രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മഴ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര വേണ്ടാന്ന് വെച്ചതാണ്. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മുമ്പേ പ്ലാൻ ചെയ്ത യാത്രയാണ്. പക്ഷേ ഇത്രയധികം മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇറങ്ങണ്ട, റിസ്ക് ആണെന്ന് വിചാരിച്ച് പോകണ്ടെന്ന് തന്നെ തീരുമാനിച്ചാണ്. രാവിലെ അമ്മച്ചി വിളിച്ചപ്പോഴും ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഹൈദരാബാദിൽ നിന്ന് ചേട്ടനും ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞു ഭയങ്കര മഴയാണ്, ഇറങ്ങാൻ പറ്റില്ല, കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുന്നതല്ലേ, റിസ്ക് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എല്ലാവരും അവിടെ ഉള്ളപ്പോഴത്തേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മനസ്സ് വന്നില്ല. കുഞ്ഞിനെ കാണണമെന്ന് അവർ പ്രത്യേകം പറയുകയും കൂടെ ചെയ്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. വഴി നീള മഴയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മുറിഞ്ഞപുഴ ഭാഗത്തും പെരുവന്താനം ഭാഗത്തുമൊക്കെ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും മലയിറങ്ങി താഴെ വന്ന് മുണ്ടക്കയം കഴിഞ്ഞ് എരുമേലി റൂട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂർക്കുള്ള യാത്രയാണിത്. 2 വഴിയിൽ കൂടെ പോവാം. മുണ്ടക്കയം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, അങ്ങനെ ചങ്ങനാശ്ശേരി വഴി അങ്ങനെ പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ എരുമേലി, കോഴഞ്ചേരി വഴി പോകാം. ഞങ്ങൾ മിക്കപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു റൂട്ടാണ്. എരുമേലി കോഴഞ്ചേരി വഴിയാണ് നമ്മൾ പോകുന്നത്. കാരണം പച്ചപ്പും ഹരിതാഭയും ഒക്കെ കണ്ട് നല്ല സുഖകരമായി പാട്ടൊക്കെ കേട്ട് സഞ്ചരിക്കാൻ പറ്റിയ ഒരു റൂട്ടാണ്. ട്രാഫിക്കും കുറവായിരിക്കും. അതാണ് മെയിനായിട്ടും ഈ റൂട്ട് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം. പക്ഷേ ഇപ്പോൾ ഈ വഴി വന്നപ്പോൾ ഈ തവണയാണ് ഇത്രത്തോളം രൂക്ഷമായിട്ട് ഈ വേസ്റ്റ് ഇവിടെ സൈഡിലെല്ലാം റോഡ് സൈഡിൽ നിറച്ചും വേസ്റ്റാണ്. വനപ്രദേശമാണ്. അതായത് ശബരിമല വനപ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയയാണിത്. അപ്പം ഭയങ്കരമായിട്ട് വേസ്റ്റ്, അത് പ്ലാസ്റ്റിക് ചാക്കിലും പ്ലാസ്റ്റിക് കവറിലും ഒക്കെ കെട്ടി അങ്ങിട്ടിരിക്കുകയാണ്. വല്ലാത്ത സങ്കടം തോന്നി. സംരക്ഷിത വനപ്രദേശമായ ഈ ഭാഗത്ത് പോലും ഇത്രയധികം വേസ്റ്റ് കൊണ്ടിടുന്നത് അധികാരികൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, അതിനെതിരെ നിയമ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. AI ക്യാമറയും നിരവധി ടെക്നോളജികളും ഒക്കെയുള്ള ഈ കാലത്തും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം അവസ്ഥയിൽ മാറ്റമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ റാന്നി റൂട്ടിലേക്ക് ഇപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. റാന്നി റോഡൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടുത്തെ റോഡ് നന്നായിട്ട് വീതി കൂട്ടിയിട്ടുണ്ട്. സൈഡിലെ കുറേ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പുതിയതായിട്ട് പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുമുണ്ട്. കുറച്ചും കൂടെ സുഖകരമായ ഒരു യാത്രയാണ് ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അനുഭവവേദ്യമാവുന്നത്. പിന്നെ കഴിഞ്ഞ പ്രളയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ച് ഈ റൂട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മലവെള്ളപ്പാച്ചിൽ വരികയും ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും ചെങ്ങന്നൂർക്ക് തന്നെ പോകേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ റോഡ് ഇത്രയും നല്ല വീതി കൂട്ടി റെഡിയാക്കിയത്. അപ്പോൾ നല്ല രീതിയിലുള്ള വികസനം ഈ ഒരു ഏരിയയിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ടിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു മഴ സമയത്ത് പൊളിഞ്ഞു പോയതാണ്. ആ പാലം വീണ്ടും പുതുക്കി പണിയുന്നുണ്ട്. അപ്പോൾ പണി നടക്കുന്നതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ചെങ്ങന്നൂരിൻ്റെ വികസനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഒരു 5 വർഷക്കാലത്തിനിടയ്ക്ക് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചെങ്ങന്നൂർ നടന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സജി ചെറിയാൻ MLAയുടെ വികസന പദ്ധതികളും അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ് ചെങ്ങന്നൂർ ഇത്രത്തോളം വികസിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെയാണ് എൻ്റെ പ്രസവം നടന്നത്. ആ സമയത്ത് അതൊരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിൻ്റെ ലുക്കിലേക്ക് അത് വന്നിട്ടുണ്ട്. മാത്രമല്ല എല്ലാം ഇപ്പോൾ ഒരു സ്റ്റേഡിയം വരുന്നു. അങ്ങനെ ചെങ്ങന്നൂരിൻ്റെ മുക്കും മൂലയും ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊന്നും പറഞ്ഞല്ല കേട്ടോ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതൊന്നുമല്ല. ആരെന്ത് നല്ല കാര്യം ചെയ്താലും അതേത് പാർട്ടി ആയാലും തീർച്ചയായിട്ടും നമ്മൾ നല്ലതാണ് ചെയ്തതെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം. ഇവിടെ ഞങ്ങളും പിന്നെ അജയൻ്റെ ചേട്ടനും മാത്രം താൽക്കാലികമായിട്ട് വാടകയ്ക്ക് മാറി താമസിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അമ്മച്ചിയും 2 അനിയന്മാരും ഭാര്യമാരും മക്കളും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ടാണല്ലോ വന്നത്. അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എത്തും എന്നുള്ള ഒരു സൂചന പോലും ഇല്ല. വരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട്
കുഞ്ഞ് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മച്ചി ആകെപ്പാടെ ഞെട്ടിപ്പോയി. പിന്നെ കുറേ നേരം അവിടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയനും മോളും ഇവിടെ ഉണ്ട്, കുഞ്ഞിൻ്റെ ചേച്ചി കിങ്ങിണി ചേച്ചിയും ഇവിടെ ഉണ്ട്. പിന്നെ അവരുടെ അടുത്തും ചെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മുറ്റത്താണെങ്കിൽ നിറച്ചും റംബൂട്ടാൻ ഇങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ്, ഫുള്ള് പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ കുറേ നേരം പിന്നെ അതിൻ്റെ ചോട്ടിലായിരുന്നു. ഇവിടെ തോട്ടിയില്ലാത്ത കാരണം അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തോട്ടി എടുത്തുകൊണ്ട് വന്ന് റംബൂട്ടാൻ പറിച്ചു, അതെല്ലാം കഴിച്ച് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചക്കയും മാങ്ങയും എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കാരണം അതൊരു പ്രത്യേക എൻജോയ്മെൻറ്റാണ്. നമുക്ക് പീരുമേട്ടിൽ ഇങ്ങനത്തെ സാധനം ഒന്നും നമ്മുടെ സ്വന്തം വീടല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പറമ്പൊന്നും ഇല്ല, അതുകൊണ്ട് കിട്ടത്തില്ലല്ലോ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറകെ എല്ലാം നടക്കും. ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ്. മഴ അല്പം ഒന്ന് മാറി നിന്നതുകൊണ്ട് തന്നെ കുഞ്ഞൂസിന് മുറ്റത്തിറങ്ങി കളിക്കാനായിട്ടും പറ്റി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മണ്ണപ്പം ചുടലും വെളിയിലിരുന്നുള്ള കളികളും ഒക്കെ ഇവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. കാരണം നമുക്ക് കുറച്ച് അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ചെയ്യുക. കാരണം പീരുമേട്ടിൽ അതിന് യാതൊരു സൗകര്യമില്ല. കുറച്ച് നല്ല പച്ചക്കറി വാങ്ങിക്കണമെങ്കിൽ പോലും വണ്ടി എടുത്തൊരു 5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണ വന്നപ്പോഴത്തേക്കും ലാഭമേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ നേരെ മാവേലിക്കരയ്ക്ക് പോയി. അപ്പോൾ ലാഭമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുക. പിന്നെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും ഇങ്ങനെ വലിച്ചു വാരി വാങ്ങിക്കുന്ന കൂട്ടത്തിലല്ല. കാണുന്നതെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ പോക്കറ്റ് അറിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം, അത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവും മനസ്സിൽ. നമ്മൾ വീട്ടിൽ പെരുമാറുന്ന സമയത്ത് നമ്മുടെ കയ്യിലില്ലാത്തത് എന്താണ്, അല്ലെങ്കിൽ അത്യാവശ്യമുള്ളത് എന്താണ്, അത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അത് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. അതിനകത്ത് എക്സ്ട്രാ ഒരു സാധനം വാങ്ങിക്കുന്ന പരിപാടിയില്ല. ഇത്തവണത്തെ ഏറ്റവും ലിസ്റ്റിൽ ഒന്നാമതുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പപ്പടം കുത്തിയാണ്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഒരു റാക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഓൾറെഡി വാങ്ങിച്ചായിരുന്നു. അവിടെ 900 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച സാധനം ഇവിടെ 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഭയങ്കര നഷ്ടബോധമായിട്ട് തോന്നി. പിന്നെ ഡ്രസ്സൊക്കെ വലിയ ഗുണമില്ലായിരുന്നു, കുറേ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് മാത്രം 1-2 ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ. കല്ലുപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭരണി, അതൊരു അത്യാവശ്യമായിരുന്നു വീട്ടിൽ. കാരണം നമ്മൾ ഉപ്പ്, പഞ്ചസാര, പുളി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഭരണിയിലും ചില്ല് പാത്രങ്ങളിലും മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. നമ്മുടെ ഹെൽത്തിനും അത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഒരു ഭരണി വാങ്ങിച്ചു. 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം നല്ല ഭംഗിയുള്ള ഒരു ഭരണി തന്നെ നോക്കി അതും വാങ്ങിച്ചു. പിന്നെ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. നമുക്ക് ഒരു ബെഡ്ഷീറ്റും 2 തലയണ അത്യാവശ്യമായിരുന്നു. പീരുമേട്ടിൽ എപ്പോഴും തണുപ്പായതുകൊണ്ടും മഴയും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും. അല്ലെങ്കിൽ അതിന് പൂപ്പൽ പോലെ ഒരു ഈർപ്പം പോലെയൊക്കെ വരും. ഇടയ്ക്ക് വെയിലത്തിട്ട് മാറിയിടാനായിട്ട് അത് 2 വാങ്ങിച്ചു. പിന്നെ വേറെ എക്സ്ട്രാ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ ഞങ്ങൾ നേരെ വിദ്യാരംഭം ബുക്ക് സ്റ്റോളിലേക്ക് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാത്തൊരു പ്ലേസാണിത്. കുഞ്ഞിന് ചെറുപ്പം മുതൽ ആ ഒരു വായനാശീലം വളർത്തിയെടുക്കാൻ സാധിച്ചത് വലിയ കാര്യമാണെന്ന് തന്നെ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യമുള്ള ബുക്സ് എല്ലാം അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. വീടിൻ്റെ പുറകുവശത്ത് കഴിഞ്ഞ മഴയത്ത് 2 വലിയ മരം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനങ്ങനെ പറമ്പിൽ കൂടെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അമ്മേ എന്ന് പറഞ്ഞൊരു വിളി കേട്ടത്. ഞാൻ വിചാരിച്ചു വീണതാണോ എന്താ. നോക്കിയപ്പോഴത്തേക്ക് ഇതാ ഒരു കുഞ്ഞിരി പല്ല് എൻ്റെ കൈ കൊണ്ട് തന്നു. ഇത് 2ാമത്തെ പല്ലാണ്. ആദ്യത്തെ പല്ല് പീരുമേടി വെച്ച് പറഞ്ഞത് അത് ഇതിലേ പോയെന്ന് പോലും കണ്ടില്ല. അപ്പോൾ ഈ തവണത്തെ പല്ല് കളയണ്ടെന്ന് വിചാരിച്ച് ഞാനത് പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒറ്റ ദിവസത്തേക്ക് വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ മാത്രം. അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്, പീരുമേട്ടിലേക്ക് പോരുകയാണ്. ഇനി രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കണം. ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ തിരുവല്ല ചങ്ങനാശ്ശേരി വഴിയാണ് തിരികെ വരുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ മുണ്ടക്കയത്തൊന്ന് കയറണം റിലയൻസിൽ. അവിടെ നിന്നാണ് നമ്മൾ അത്യാവശ്യം പച്ചക്കറികളും വീട്ടിലേക്ക് ആവശ്യമുള്ള അരിയും സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് വാങ്ങിക്കുക. നല്ല ലാഭത്തിൽ തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പീരുമേട്ടിൽ നിന്ന് എപ്പോഴും സാധനങ്ങളൊന്നും വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും. തിരുവല്ല എത്തിയപ്പോഴത്തേക്കും മനസ്സിന് വളരെ സന്തോഷം തോന്നി. റോഡിലെങ്ങും ഒരു വേസ്റ്റ് പോലും ഇല്ല, എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. അതേപോലെ ആ സൈഡിൽ നട്ടിരുന്ന ചെടികളിലെല്ലാം പൂവിട്ട് നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളും ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയി. പിന്നെ കുഞ്ഞൂസിന് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പിന്നെ അളകാപുരി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. മുമ്പ് ഇവിടെ കയറിയിട്ടുണ്ട്. നല്ല ഭക്ഷണമാണ് ഇവിടുത്തെ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയാണ്.
അങ്ങനെ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് റിലയൻസിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ.